എല്ലാവർക്കും നമസ്കാരം. നമുക്ക് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫാക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് വരെ പഠിച്ചു വന്ന പോലെ തന്നെയാണ്, അതിൽ പുതുമയൊന്നുമില്ല, സിമ്പിളാണ്. അതായത് ഇപ്പോൾ 64 നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചില്ലേ, എങ്ങനെയായിരുന്നു? 2 കൊണ്ട് ചെയ്തു അല്ലേ. 32 കിട്ടി, 32ൻ്റെ പകുതി 16 കിട്ടി, പിന്നെ 8 കിട്ടി, പിന്നെ 4 2 1 അല്ലേ. അപ്പോൾ ശരിക്കും 64ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 64ൽ ഏതെല്ലാം നമ്പേഴ്സ് കൊണ്ട് നമുക്ക് 64നെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? അതായത് 64ൽ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഫാക്ടേഴ്സിന് നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ നമുക്ക് 2 കൊണ്ട് കിട്ടി അല്ലേ. ഇത് അതായത് 2 വെച്ച് നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് കിട്ടിയിരിക്കുന്നത്? ലാസ്റ്റ് വന്നിരിക്കുന്ന നമ്പർ നോക്കാം നമുക്ക്, 1 അല്ലേ. അപ്പോൾ നോക്കിയാൽ 1 64ൽ ഡിവിസിബിൾ ആണ്, ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഡിവൈഡ് ചെയ്തു. 2 എന്ന നമ്പർ അടുത്തതായിട്ട് 2 64ൽ ഡിവിസിബിൾ ആണ്. അടുത്തതായിട്ട് ഏതാ? 4. അടുത്തത് 4 × 8. അടുത്തത് 16, പിന്നെ 32 അല്ലേ. അപ്പം ഇത്രയും നമ്പേഴ്സ് 64ഉം പോവും അതിൽ, 64ഉം പോവും. അപ്പം ഇതെല്ലാം 64ൻ്റെ ഫാക്ടേഴ്സ് ആണ്. ഇതെല്ലാതും ഇങ്ങനെ ഫാക്ടേഴ്സ് ആക്കി നമ്മൾ തിരിച്ചു 2 വെച്ച് എല്ലാത്തിനും ഡിവൈഡ് ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ഇത്രയും ഫാക്ടേഴ്സ് ആയിട്ട് തിരിച്ചു നമ്മൾ 64ന്. ഇനി ഇതിൽ 1നെ ഇങ്ങോട്ട് നമുക്ക് കളയാം. 1 ഒഴിച്ച് ബാക്കി എല്ലാവരും നോക്കി കഴിഞ്ഞാൽ അറിയാത്തത് ഇതൊക്കെ 2ൻ്റെ പവേഴ്സ് ആണ് അല്ലേ. 2 എന്ന് പറഞ്ഞാൽ എന്താ? 2⁻1. 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2⁻2. 8 എന്ന് പറഞ്ഞാൽ 2⁻3. 16 എന്ന് പറഞ്ഞാൽ 2⁻4. 32 എന്ന് വെച്ചാൽ എന്താ? 2⁻5. ഇനി 64 ആകുമ്പോൾ 2⁻6 അല്ലേ. ഓർഡറിൽ 1 2 3 4 ഇങ്ങനെ വന്നു. ഇനി അടുത്തായിട്ട് 81 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ചെയ്ത് നോക്കാം. 81ൽ 2 ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ, അത് ഓഡ് നമ്പറായ കാരണം. പക്ഷേ 81ൽ 3 പോവും ഇല്ലേ. 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 2 27 അല്ലേ. വീണ്ടും 3 27ൽ 9 പ്രാവശ്യം, പിന്നെ 3 1. അപ്പം ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. 1 1 3 9 27 81 അല്ലേ. 3 9 27 81. ഇത്രയുമാണ് 81ൻ്റെ ഫാക്ടേഴ്സ്. ഇതിലത്തെ 1നെ നമുക്ക് കളയാം, 3 തൊട്ടെടുക്കാം. 3 തൊട്ടുള്ള എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായി 3യുടെ പവേഴ്സ് ആയിട്ട് എഴുതാൻ സാധിക്കും. 3നെ നമുക്ക് 3⁻1, 9 ആകുമ്പോൾ 3² 3³ 3⁻4. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത 2 നമ്പേഴ്സ് നമ്മളിപ്പോൾ ഫാക്ടറൈസ് ചെയ്തില്ലേ, 64ന് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ പവേഴ്സ് എല്ലാം 2, അതിൻ്റെ ഫാക്ടേഴ്സിനെ മുഴുവൻ നമുക്ക് 2ൻ്റെ പവേഴ്സ് ആയിട്ട് എഴുതാൻ സാധിച്ചു. വേറെ ഒരൊറ്റ നമ്പർ അതിൽ വരില്ല, 2ൻ്റെ പവേഴ്സ് മാത്രം. എന്നപോലെ നമ്മൾ 81ന് ചെയ്തപ്പോഴോ 3ൻ്റെ പവേഴ്സ് മാത്രമായിട്ട് വന്നു. ഇനി എപ്പോഴും ഏതൊരു നമ്പറിനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ നമ്പറിൻ്റെ മാത്രം പവറായിട്ടാണോ നമുക്ക് വരാം? അല്ല അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു നമ്പർ നമുക്ക് നോക്കിയാൽ 72 എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ 2 പോവും ഇല്ലേ. 36 വീണ്ടും 2 കൊണ്ട് ചെയ്യുമ്പോൾ 18 വന്നു, പിന്നെ 2 കൊണ്ട് ചെയ്യുമ്പോൾ 9 വന്നു, പിന്നെ 2 പോവില്ല, പിന്നെ 3 പോവുള്ളൂ അല്ലേ. അപ്പോൾ 3 വന്നു. അതായത് 3 2ഉം വന്നു, 2 3ഉം വന്നു. അപ്പം നമ്മളിങ്ങനെ എങ്ങനെ എഴുതും? പവർ ആയിട്ട് എഴുതാണെങ്കിൽ 2³ × 3² എന്ന് നമുക്ക് എഴുതാം. 71ൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് ഇവിടെ ഏതൊക്കെയാണ് കിട്ടിയത്? 2 കൊണ്ടും 3 കൊണ്ടും നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ 1 3 9 18 36 and 72 വന്നു അല്ലേ. ഇനി ഈ ഇത്ര ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ 72ന് വേറെ ഒറ്റ ഫാക്ടേഴ്സും ഇല്ലേ. വേറെ ഏതെങ്കിലും നമ്പറുകൾ കൊണ്ട് 72ന് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? കറക്റ്റായിട്ട് റിമൈൻഡർ ഒന്നും വരാണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? ഈ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1 72ൻ്റെ ഒരു ഫാക്ടറാണ് അല്ലേ. 2⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോവും, 2⁻2 പോവും, 2⁻3. ഇതെല്ലാം 72ൻ്റെ ഫാക്ടേഴ്സ് ആണ് അല്ലേ.
2 raised to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 2 into 2 into 2 എന്നാണ് അർത്ഥം. അതായത് 2 72 ഡിവിസിബിൾ ആണോ? അതെ. അപ്പൊ 2 വന്നു. ഇനി 2 into 2 എന്ന് പറയുന്നിടത്താണെങ്കിൽ 2 സ്ക്വയർ 4. 4 72 ഡിവിസിബിൾ ആണോ? അതെ. അപ്പോൾ 2 സ്ക്വയർ എടുത്തു. ഇനി 2 raised to 3 വരെ. 2 raised to 3 നമുക്ക് കിട്ടിയിരിക്കുന്ന ആ 3ന്റെ ഫാക്ടർ എവിടെ വരെ? അവിടം വരെയേ പറ്റുള്ളൂ. 2 raised to 4 കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ 2 raised to 3നെ നമുക്ക് 3 എന്നായതുകൊണ്ട് 72ന്റെ നമുക്ക് വേറെ ഫാക്ടേഴ്സും കിട്ടി. എന്ത്? ഒരെണ്ണം 2, പിന്നെ ഒരെണ്ണം 2 സ്ക്വയർ, പിന്നെ ഒരെണ്ണം 2 raised to 3. ഓക്കെ. ഇനി ഇത്ര മാത്രമല്ല ഫാക്ടേഴ്സ്, ഇനിയുണ്ട് 72 ഫാക്ടേഴ്സ്. അത് കണ്ടുപിടിക്കാൻ 2 ക്യൂബ്ഡിന്റെ കൂടെ നമുക്ക് വേറെ കിട്ടിയിരിക്കുന്നത് എന്താണ്? 3 സ്ക്വയർ ആണ് അല്ലേ? അതിലത്തെ 3നെ നമ്മൾ ഇങ്ങോട്ട് എടുക്കാം. ആ 3 കൊണ്ട് ഇതിനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ 1 എന്തുകൊണ്ട് നമ്മൾ 3 എടുത്തു? എന്തുകൊണ്ട് 5ഓ അല്ലെങ്കിൽ 10ഓ വേറെ ഏത് നമ്പർ എടുത്തില്ല? നമുക്ക് 2 ക്യൂബ്ഡിന്റെ കൂടെ ഏത് നമ്പറിന്റെ പവർ ആയിട്ടാണ് 72നെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ കിട്ടിയത്? 3 സ്ക്വയർ, 3ന്റെ പവർ ആയി കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ 1നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ ഏതാണ്? 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്തത് 4 ആണ്, അതായത് 2 സ്ക്വയർ ഇൻറ്റു 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്തത് 8നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്കിനി നോക്കി നോക്കാം. 3 into 1 3. 3 72 ഡിവിസിബിൾ ആണോ? അതെ. 2 into 3 എന്ന് പറയുമ്പോൾ 6 ഡിവിസിബിൾ ആണ്. അടുത്തത് 4 into 3 12, അതും ഡിവിസിബിൾ ആണ്. 8 into 3 24, അതും ഡിവിസിബിൾ ആണ്. അപ്പൊ നമുക്ക് വേറൊരു സെറ്റ് ഫാക്ടേഴ്സ് കിട്ടി. അതിൽ 3 ഇതിലുണ്ട്, ബാക്കി നമുക്ക് പുതിയതായിട്ട് കിട്ടി. ഇനിയും ഫാക്ടേഴ്സ് ഉണ്ടോ? ഉണ്ട്. അതിനെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കിവിടെ 3 സ്ക്വയർ ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പൊ ആ 3 സ്ക്വയർ കൊണ്ട് ഇതിനെ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും കിട്ടും. നോക്കി നോക്കാം. 1 into 3 സ്ക്വയർ, 2 into 3 സ്ക്വയർ, അടുത്തത് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ, അടുത്തത് 2 ക്യൂബ്ഡ് ഇൻറ്റു 3 സ്ക്വയർ. അപ്പം എത്ര എണ്ണമായി നോക്കിയേ? 1 into 3 സ്ക്വയർ, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 1 into 9 9. അപ്പോൾ ദേ 72ൻ്റെ അടുത്ത ഫാക്ടർ. 72ൽ 9 ഡിവൈഡ് ചെയ്ത് പോണതല്ലേ? അടുത്ത 9 into 2 എന്ന് പറയുമ്പോൾ എത്ര വരാ? 9 into 2 18. 18 ഓൾറെഡി ഇവിടെ ഉണ്ട്. 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 27 കിട്ടി. ഇനി 2 raised to 3 into 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 72 തന്നെ. അപ്പോൾ ഒരു നമ്പറിൻ്റെ നമുക്ക് ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ഫാക്ടേഴ്സിന് നമുക്ക് എഴുതാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മൾ എഴുതിയതെന്ന് മനസ്സിലായ? കൺഫ്യൂഷൻ വരുന്നുണ്ടോ? അടുത്ത ഒരു നമ്പറാണ് 200. അപ്പം 200 എന്ന് വന്നു. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിനെ ഫാക്ടറൈസ് ചെയ്യാം. 100 അല്ലേ? അപ്പം എന്ത് വരും? 50, 25, പിന്നെ 2 പോയില്ല, 5 പോളൂ, കഴിഞ്ഞു. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 200 ഈക്വൽസ് 2 ക്യൂബ്ഡ് ഇൻറ്റു 5 സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം നമുക്ക് ഇതിനെ എഴുതാം. എങ്ങനെ എഴുതാം? 1 2 2 സ്ക്വയർ 2 raised to 3. ഇനി എഴുതാൻ പറ്റുമോ? ഇല്ല. നമുക്ക് മാക്സിമം നമ്മുടെ 2 raised to 3 വരെയുള്ള അപ്പോൾ അവിടെ വരെ എഴുതാൻ പാടുള്ളൂ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് കൂടെ കിട്ടിയിരിക്കുന്ന ഫാക്ടർ 5 ആണ്. അപ്പോൾ 5 കൊണ്ട് ആദ്യമേ ഇത് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ നമുക്ക് എത്ര? 5 സ്ക്വയർ ഉണ്ട്. അപ്പോൾ 5 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ 5 ക്യൂബ്ഡ് കിട്ടിയിട്ടുണ്ടെങ്കിലോ? അപ്പോൾ വീണ്ടും ഇത് ഓരോന്നിനെയും 5 ക്യൂബ്ഡ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ആ കിട്ടുന്ന പ്രോഡക്റ്റ് എല്ലാം തന്നെ 200ൽ ഡിവിസിബിൾ ആയിരിക്കും. 200ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. മനസ്സിലായ? അപ്പോൾ ആദ്യം നമ്മൾ എത്ര മൾട്ടിപ്ലൈ ചെയ്യേണ്ട? 5 കൊണ്ട്. അപ്പം നേരത്തെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തപ്പോൾ അതിൽ 3 ആണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? 2 ക്യൂബ്ഡ് ഇൻറ്റു 3 സ്ക്വയർ വന്നുകൊണ്ട് നമ്മൾ ഓരോ നമ്പറിനെയും നമ്മൾ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 അല്ല, 5 ആണ് ഫാക്ടർ വന്നിട്ടുള്ളത്. അപ്പോൾ 5 കൊണ്ട്. ഓക്കെ. അപ്പോൾ ആദ്യം 1നെ നമ്മൾ 5 കൊണ്ട് ചെയ്യാണ്. അപ്പോൾ 1 into 5, അടുത്തത് 2 into 5, അടുത്തത് എന്ത് വരും?
2 സ്ക്വയർ ഇൻറ്റു 5 ഇൻറ്റു കോമ 2 ക്യൂബ്ഡ് ഇൻറ്റു 5 അല്ലേ? ഇനി ഓരോ നമ്പർ വേണമെങ്കിൽ നോക്കി. 1 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 5 200 ഡിവിസിബിൾ ആണ്, ഫാക്ടർ ആണ്. 2 ഇൻറ്റു 5 10 200ന്റെ ഫാക്ടർ അല്ലേ? അതെ. 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 5 20 200ന്റെ ഫാക്ടർ ആണ്. 20 ഇതിൽ വന്നിട്ടില്ല 20. അപ്പം നമുക്ക് വേറെ ഒരെണ്ണം കിട്ടി, ഫാക്ടർ കിട്ടി. അടുത്ത 2 ക്യൂബ്ഡ് എന്ന് പറയുമ്പോൾ 8 ഇൻറ്റു 5 40 200ന്റെ ഫാക്ടർ ആണ്. അപ്പം അങ്ങനെ നമുക്ക് 4 മോർ ഫാക്ടേഴ്സ് വേറെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി ഇതേ നമ്പേഴ്സിന് നമുക്ക് എത്ര കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം? 5 കൊണ്ടും ചെയ്തു. നമുക്കിവിടെ 5 സ്ക്വയർ ഉണ്ട്, അപ്പോൾ 5 സ്ക്വയർ കൊണ്ടും ചെയ്യാം. ഇനി ഇവിടെ ഒരു 5 ക്യൂബ്ഡ് ആണ് എടുക്കണമെങ്കിലോ, അപ്പോൾ 5 സ്ക്വയർ കൊണ്ട് ചെയ്യാം, 5 ക്യൂബ്ഡ് കൊണ്ടും ചെയ്യാം. ഇനി 5⁴ ആണ് അവിടെ എടുക്കണമെന്ന് വെച്ചെങ്കിലോ, അപ്പോൾ നമുക്ക് 5 കൊണ്ട് ചെയ്യാം, 5 സ്ക്വയർ കൊണ്ട് ചെയ്യാം, 5⁵ കൊണ്ട് ചെയ്യാം, 5⁴ കൊണ്ട് ചെയ്യാം. അതായത് അവിടെ എത്ര എടുക്കണം പവർ അതുവരയ്ക്കുള്ളതുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ആ പ്രോഡക്റ്റുകളൊക്കെ തന്നെ നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ? 1 ഇൻറ്റു 5⁻², 5 സ്ക്വയർ. അടുത്തത് 2-ന്, അടുത്ത 2 ആണ് അടുത്ത നമ്പർ. 2-ന് നമ്മൾ 5 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അടുത്ത നമ്മൾ 2 സ്ക്വയറിനെയാണ് 5 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ 2 ക്യൂബ്ഡിനെ 5 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 ക്യൂബ്ഡ് വരെയുള്ളൂ, അതുകൊണ്ടാണ് അവിടെ നമ്മൾ നിർത്തിയത്. മനസ്സിലായോ? അപ്പം ഇതെന്ത് വരും? 1 ഇൻറ്റു 5 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ഇതിൽ ഓൾറെഡി ഫാക്ടർ വന്നിട്ടുണ്ട്, ഫാക്ടർ തന്നെയാണ്. ഇനി 5 സ്ക്വയർ ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 50 വരും. 50 ഇതിൽ വന്നിട്ടുണ്ട്. 2 സ്ക്വയർ 4 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ 100 ഫാക്ടറാണ്, അതും ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് എന്ന് പറയുന്നത് 200 ആണ്, അതും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫാക്ടേഴ്സ് തന്നെയാണ്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഫാക്ടേഴ്സിന് നമുക്ക് എങ്ങനെ ഒരു നമ്പറിൻ്റെ മൊത്തം ഫാക്ടേഴ്സിനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായാലും ഇങ്ങനെ ഒരു പാറ്റേൺ പോലെ ഇങ്ങനെ എഴുതിയാൽ മതി. അതെ, എഴുതേണ്ട ആ രീതി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ഒരു നമ്പർ നോക്കാം, 240. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലാവും. 240. അപ്പം ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും? ഫാക്ടർ ആക്കും അല്ലേ? 2 പോയില്ലേ 240. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സുഖമാണ്. അതിൻ്റെ പകുതി കൂടെ എഴുതിപ്പോയി പോലെ. അപ്പം ഇതിൻ്റെ പകുതി എത്ര വരാ? 120 അല്ലേ? വീണ്ടും 2 പോവും ഇല്ലേ? 60. വീണ്ടും 2 പോയി 30. വീണ്ടും 2 പോയി 15. ഇനി 2 പോയില്ല, ഇനി 3 പോവും അല്ലേ? 315 5 ടൈംസ് പോവും. പിന്നെ പോണത് 5 ആണ്. 1 കഴിഞ്ഞു. 2 അപ്പം എത്ര ഉണ്ട് നോക്കിയാൽ? 1 2 3 4. 2⁴ ഇൻറ്റു 3 ഇൻറ്റു 5. ഇങ്ങനെയാണ് നമുക്ക് വന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യണേ? ആദ്യം 1 ഇട്ട് കൊടുക്കും. പിന്നെ 2⁴ ഉണ്ട്. അപ്പം എങ്ങനെയൊക്കെ എഴുതാം? 2⁴ 2⁴ 2⁴, 2⁴ വരെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 1 ആദ്യം എഴുതി. 2 സ്ക്വയർ 2 ക്യൂബ്ഡ് 2⁴. അവിടെ വരെ പാടുള്ളൂ, കാരണം നമുക്ക് കിട്ടിയിട്ടുള്ളത് 2⁴ ആണ്. 2⁴ എത്തുമ്പോൾ നിർത്തുക. ഇനി ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൽ ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ കഴിഞ്ഞാൽ നമുക്ക് ഈ 240ൻ്റെ വേറെ ഫാക്ടേഴ്സ് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എന്തുകൊണ്ടാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? നമുക്ക് 2 ഇൻറ്റു 2⁴ കൂടെ കിട്ടിയിരിക്കുന്നത് 3 കിട്ടിയിട്ടുണ്ട്, 5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും. മനസ്സിലായോ? 3 എന്ന് പറയുമ്പോൾ 3 മാത്രമേ ഉള്ളൂ, ഒരു 3 ഉള്ളൂ, 3⁻1. അപ്പോൾ 3⁻1 കൊണ്ട് മാത്രം ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം 1 ഇൻറ്റു 3 ഒരെണ്ണം കിട്ടി. അടുത്തത് 2 ഇൻറ്റു 3. അടുത്തത് ഇതിനെ ചെയ്യുന്നു 2 സ്ക്വയർ ഇൻറ്റു 3. അടുത്തത് എന്താ? കോമയുണ്ട് കേട്ടാ. 2 ക്യൂബ്ഡ് ഇൻറ്റു 3. അടുത്തത് 2⁴ ഇൻറ്റു 3. അപ്പം എത്ര വരും? 1 ഇൻറ്റു 3 3 240 പോവും. 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6 240 ഡിവിസിബിൾ ആണ്, ഫാക്ടർ ആണ്. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. 4 ഇൻറ്റു 3 12 പോവും. നിങ്ങൾക്ക് സംശയമാണെങ്കിൽ ഒക്കെ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ, ഫാക്ടർ തന്നെയല്ലേ എന്ന്. 2 ക്യൂബ്ഡ് 8 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ
24ഉം ഇതിൻ്റെ 240 ഡിവിസിബിൾ ആണ് അല്ലേ. അടുത്ത 2�8 4 എന്ന് പറയുമ്പോൾ എത്രയാണ്? 16. 16 × 3 എത്രയാണ്? എത്രയാണ് 16 × 3? 48. യെസ്, 48ഉം 2240 ഡിവിസിബിൾ ആണ്. അതും ഫാക്ടറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇതിന് ഓരോന്നിനും ഇപ്പം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം നേരത്തെ നമ്മൾ ചെയ്തതിൽ 3 കൊണ്ട് ചെയ്തു, പിന്നെ 3² കൊണ്ട് ചെയ്തു എന്ന പോലെ ഇവിടെ നമ്മൾ ഓരോന്നിനും 3 കൊണ്ട് ചെയ്തു. ഇനി നമുക്ക് 3² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന പവേഴ്സിൽ 3 ഉള്ളൂ മാക്സിമം. അപ്പം നമുക്ക് 3 കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. 3 എന്ന് പറഞ്ഞാൽ 3⁻1. അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. 3² ഒന്നും ഇവിടെ നമുക്ക് അലൗഡ് അല്ല. നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഒരെണ്ണം കൂടിയിട്ട് 5 കൊണ്ട് ചെയ്യാം. അപ്പം എന്ത് ചെയ്യണം? ഈ ഓരോന്നിനെയും ഇനി എത്ര കൊണ്ട് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 5, അടുത്തത് 2 × 5, അടുത്തത് 2² × 5, പിന്നെ 2³ × 5, 2⁴ × 5. 1 × 5 5 ഫാക്ടറാണ്. 2 × 5 10 240 ഫാക്ടറാണ്. 2² 4 × 5 എന്ന് പറയുമ്പോൾ 20 240 ഫാക്ടറാണ്. ശരിയാണ്. 2⁻3 8 × 5 എന്ന് പറയുമ്പം എത്രയാ? 8 × 5 എത്രയാ? 40 അല്ലേ? യെസ്, 40 240 ഫാക്ടറാണ്. 2⁴ × 5 എന്ന് പറയുമ്പോൾ 16 × 5 80. 80യും 240 എന്താണ്? ഫാക്ടറാണ്. അങ്ങനെ നമുക്ക് എല്ലാ ഫാക്ടേഴ്സിനെയും ഇതുപോലെ കിട്ടും. ഇനി പേജ് നമ്പർ 65 നോക്കിയിട്ടുണ്ടെങ്കിൽ നൗ ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ബിലോ ലൈക്ക് ദിസ്. നമ്മൾ ഈ ചെയ്തില്ലേ അതുപോലെ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എല്ലാത്തിൻ്റെയും ഫാക്ടേഴ്സിനെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 64 ആദ്യം 64 ഞാൻ കാണിച്ചു തന്നതാണ് അല്ലേ. 64 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് സൈഡിൽ 2 മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് എങ്ങനെ എഴുതാൻ പറ്റുക? 1 ഇടാം. 1 വരണാണ്. പിന്നെന്താ? 2⁻1 എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. 2 എന്ന് മാത്രം എഴുതിയാലും മതി. 2², 2⁻3 2⁻4 2⁻5 അങ്ങനെ എഴുതാം. എത്ര വരെ പറ്റും അത്രയും വരെ. നെക്സ്റ്റ് 125. 125നെ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. 125. അപ്പം ഇതിൽ നമുക്ക് ഏതാ പോവാ? 5 അല്ലേ. 5 എന്ന് പറയുമ്പോൾ 5 എത്ര പ്രാവശ്യം പോയി? 25 ടൈംസ്. വീണ്ടും 5 പോയി, 5 വീണ്ടും 5 പോയി. അപ്പം എത്രയൊക്കെ വരാ? 5³ ആണ് കിട്ടുക അല്ലേ. ഇത് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാൻ സാധിക്കും? 1 പോവും, പിന്നെ 5 പോവും, 5² പോയി, 5⁻3 5⁻3 വരയ്ക്കാണ് മാക്സിമം ഉള്ളൂ. ഇത്രയും കഴിഞ്ഞു. ഞാൻ തന്നിട്ടുള്ള ഒറ്റയ്ക്ക് ചെയ്തുകൂടെ? 48 45 105 അത് വേണേൽ ഞാൻ കാണിച്ചു തരാം. 105. അപ്പോൾ ഇതിൽ 5 + 1 എന്ന് പറയുമ്പോൾ 6ൽ 3 പോവും. 3 5 35ൽ 5 7 7 1. അപ്പോൾ ഇതിൽ നോക്കിയേ 3 × 5 × 7 3 വെവ്വേറെ ഫാക്ടേഴ്സ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1 അല്ലേ. നമ്മൾ ആദ്യം എഴുതുന്നത് 1 ആണ്, അത് എഴുതി. പിന്നെ ആദ്യം നമുക്ക് കിട്ടിയിരുന്ന ഫാക്ടർ 3 ആണ്, അതും എഴുതി. 3 തന്നെ ഉള്ളൂ. 3 എന്ന് പറയുമ്പോൾ 3⁻1. പിന്നെ 3² 3³ ഒന്നും തന്നെയില്ല. 3 ആകെ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ 3 എഴുതി. ഇനി നമുക്ക് ഇതിന് ഓരോന്നിനെയും 2 എണ്ണേ ആകുള്ളൂ അല്ലേ. അപ്പോൾ ഇതിന് 2നെ നമുക്ക് ആദ്യമേ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1 × 5. ഇതാവുമ്പോൾ 3 × 5 കഴിഞ്ഞു. 1 × 5 എന്ന് പറയുമ്പോൾ 5 105ൽ ഡിവിസിബിൾ ആണ്, അതായത് ഫാക്ടറാണ്. 3 × 5 എന്ന് പറയുമ്പം എത്രയാ? 15. 15ഉം 105ൻ്റെ ഫാക്ടറാണ്. അടുത്തതായിട്ട് ഇതിന് 2നെയും നമ്മൾ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 5 കഴിഞ്ഞു, അടുത്തത് 7 അല്ലേ. 1 × 7 അത് കഴിഞ്ഞാൽ പിന്നെ 3 × 7. 1 × 7 എന്ന് പറയുമ്പോൾ 7 ഇതിൽ ഓൾറെഡി ഉണ്ട്. 3 × 7 എന്ന് പറയുമ്പോൾ 35 അതും ഉണ്ട്. കഴിഞ്ഞു. ഇനി ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞത് കുറച്ച് പ്രോബ്ലംസ്. ഇഫ് 2⁻x 128 ആണെങ്കിൽ 2⁻x + 1 എന്താണ്? 2⁻x
പവർ തന്നിട്ടില്ല, എക്സ് എന്നാണ് പറയുന്നത്, 128 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം x+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി എന്താണ്, ഇവിടെ തന്നിരിക്കുന്നതിൻ്റെ അടുത്ത പവറാണ് വരുന്നത് അല്ലേ. അപ്പം അടുത്ത പവർ കണ്ടുപിടിക്കുക, 2ൻ്റെ ആണ് പവേഴ്സ്. അപ്പോൾ 128നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അടുത്തത് കിട്ടാൻ. അപ്പം എത്ര വരും? 256 വന്നു. സിമ്പിൾ അല്ലേ. അടുത്തത് ഇതുപോലെ തന്നെ if 3 raised to x 729. ഇതുപോലെ തന്നെ എക്സ്പോണൻ്റ് എത്രയാണെന്ന് നമുക്കറിയില്ല, എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നു, പക്ഷെ അതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 729. അങ്ങനെയാണെങ്കിൽ x-1, അതായത് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ പവർ എത്രയായിരുന്നു? 3 raised to x-1 എത്രയാണ്? അയ്യോ, അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ അതിൻ്റെ തൊട്ട് മുന്നത്തെ കിട്ടാൻ. ശേഷമുള്ളതാ ചോദിച്ചെങ്കിലോ x+1 ആണ്, 3 raised to x+1 ആണെങ്കിൽ ഇതിന് ശേഷമുള്ള പവറാണ്. അപ്പോൾ ഇത് ഇൻറ്റു 3 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇതിന് x-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 3 raised to x-ൻ്റെ മുന്നത്തെ, അതിൻ്റെ തൊട്ട് മുന്നത്തെ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 2 എത്ര കിട്ടി? 243. നെക്സ്റ്റ് വൺ 3 raised to x, 3 raised to x+1, 3 raised to x-1, 3 raised to x+1. ഈ 3 raised to x+1ഉം ഈ 3 raised to x+1ഉം വ്യത്യാസമുണ്ട് അല്ലേ. ഇതിലത്തെ ഈവൻ നമ്പർ ഏതാണെന്നാണ് ചോദ്യം അല്ലേ. വിച്ച് ഈസ് ആൻ ഈവൻ നമ്പർ? ഇതിലത്തെ ഈവൻ നമ്പർ നമുക്കറിയണം. അപ്പോൾ 3ന്റെ പവേഴ്സിന്റെ പ്രത്യേകത എന്താ? 3 raised to 1 എന്ന് പറഞ്ഞാൽ 3 ആണ്, 3 square 9, 3 cubed എന്ന് പറയുമ്പോൾ 27, പിന്നെ അടുത്ത നമ്പർ 3 raised to 4 എന്ന് പറയുമ്പോൾ 81, പിന്നെ വീണ്ടും അടുത്തത് 3 raised to 5 എന്ന് പറയുമ്പോൾ 81നെ 3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 243 കിട്ടും അല്ലേ. 3 raised to 5 ഇങ്ങനെ പോകും. അപ്പം ഇതിൻ്റെ ഒക്കെ വൺസിൻ്റെ പ്ലേസിൽ എടുക്കുന്ന നമ്പേഴ്സിൻ്റെ പ്രത്യേകത നോക്കിയേ. 3971, വീണ്ടും 3971, 3971, അങ്ങനെ ആവർത്തിച്ച് പോകും. അപ്പോൾ ഈ 3ഉം 9ഉം 7ഉം 1ഉം ഒക്കെ എന്താ ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ 3ന്റെ പവേഴ്സ് കംപ്ലീറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ഓഡ് നമ്പേഴ്സ് ആണെന്ന് മനസ്സിലായി അല്ലേ. അപ്പോൾ 3 raised to x, ആ എക്സിന്റെ വാല്യൂ എന്ത് തന്നെ ആയിക്കോട്ടെ, 3 raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അത് ഓഡ് നമ്പർ ആണ്, അത് നമുക്ക് മനസ്സിലായി. 3 raised to x+1 എന്ന് പറഞ്ഞാലോ ഈ 3 raised to x എത്രയാണോ അതിൻ്റെ പവറിന്റെ അടുത്ത പവർ, 3 raised to x എത്രയാണോ അതിൻ്റെ ഇൻറ്റു 3 ഇൻറ്റു 3 ചെയ്യുന്നതാണ് 3 raised to x+1. അപ്പം അതൊരു ഓഡ് നമ്പർ അല്ലേ, അതും എക്സിന്റെ 3ന്റെ പവർ തന്നെയാണ്, അപ്പം അതും ഓഡ് നമ്പർ. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 3 raised to x-1, അതായത് ഈ 3 raised to x എത്രയാണോ അതിൻ്റെ മുന്നത്തെ പവർ ആണ് 3 raised to x-1 അല്ലേ. അപ്പോൾ അതും 3ന്റെ പവറാണ്, അതും അപ്പം എന്താണ്? ഓഡ് നമ്പറാണ്. ഇനി പറഞ്ഞിരിക്കുന്നു ഈ 3 raised to x എന്ന് പറയുന്ന ഈ നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ അത് എത്രയായിരിക്കും? അതിപ്പോൾ 3 എടുത്തു, 3ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 4 ആയി, 9ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 10 ആയി, 27ന്റെ കൂടെ 28, 81, 82, ഇത് 244. കണ്ട 3ന്റെ പവർ ഏതുമായിക്കോട്ടെ അതിന്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഈവൻ നമ്പറായി മാറി അല്ലേ. 3ന്റെ പവർ എന്നല്ല, ഏതൊരു ഓഡ് നമ്പറിന്റെ കൂടെ 1 ആഡ് ചെയ്ത് അത് ഈവൻ നമ്പർ ആവും. ഒരു ഈവൻ നമ്പറിന്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ അത് ഓഡ് നമ്പർ ആവും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ ഇതിലത്തെ ഈ 4 എണ്ണം നമുക്ക് തന്നതിലത്തെ ഈവൻ നമ്പർ ഏതാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് വേണ്ട മനസ്സിലായില്ലേ. ഇതാണ് സാധനം. ഇത് 3 raised to x, ഇവിടെ ശരിക്കും ഒരു ബ്രാക്കറ്റ് തരേണ്ടതാണ്. 3 raised to x എത്രയാണോ അതിന്റെ കൂടെയാണ് 1 ആഡ് ചെയ്യണത്, മനസ്സിലായില്ലേ. ഇവിടെ എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്, പവറിന്റെ കൂടെയാണ് 1 ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് അതിനേക്കാൾ സിമ്പിൾ ക്വസ്റ്റ്യൻ. 6 raised to 10 കണ്ടുപിടിക്കണ്ട. ഇഫ് 6 raised to 10 is computed, if 6 raised to 10 നമ്മൾ കണ്ടുപിടിച്ച് എഴുതുകയാണെങ്കിൽ what would be the digit in one's place? വൺസിന്റെ പ്ലേസിൽ ഏത് ഡിജിറ്റ് ആയിരിക്കും വരിക? 6 ഇപ്പം നമ്മൾ 3ന്റെ നമ്മൾ പവേഴ്സ് ഇപ്പം തന്നെ എഴുതിയപ്പോൾ എന്തായിരുന്നു? 3ന്റെ പവേഴ്സ് എങ്ങനെ വരുന്ന വൺസിന്റെ പ്ലേസിൽ? 3 ആദ്യം, പിന്നെ അടുത്ത് 9, 7, 1, വീണ്ടും അതേ നമ്പറുകൾ റിപ്പീറ്റ് ചെയ്യാണ്. 3, 9, 7, 1 അങ്ങനെ പോവാണ്. ഇനി 6ന്റെ പ്രത്യേകത എന്താ?
6ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 raised to 1 എന്ന് പറഞ്ഞാൽ 6. അടുത്തത് 6 raised to 2, 6 square എന്ന് പറഞ്ഞാൽ 36. ഈ 36ന്റെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റു 6 ചെയ്താൽ മതി. വീണ്ടും ഈ 6 × 6 തന്നെയാണ് വരിക അല്ലേ അല്ലേ? അപ്പോ 6 × 6 36, 216. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, 6ന്റെ പവേഴ്സിന്റെ എല്ലാം വൺസിന്റെ പ്ലേസിൽ ഏത് ഡിജിറ്റാ വരുന്നേ? 6. ഇത് സിമ്പിൾ അല്ല അല്ലേ? ഇതെങ്ങനെ വരാ? 5 raised to 6 by 5 raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 5 raised to 10 എന്ന് പറയുമ്പോൾ എന്താണ് വരാ? 1ൽ നിന്നും 5 raised to നമുക്കറിയില്ല, എക്സിൽ നിന്നും 6 മൈനസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? താഴെ കിടക്കുന്ന നമ്പറിൽ നിന്നും മുകളിലത്തെ മൈനസ് ചെയ്യുമ്പോഴാണ് 1/, വരിക. മുകളിലത്തെ നമ്പർ പവർ ചെറുതും അടിയിലത്തെ ഡിനോമിനേറ്ററിന്റെ പവർ വലുതും വരുന്ന അവസരങ്ങളിലാണ് 1/, എന്ന് പറഞ്ഞിട്ട് വരാറ്. 1/, എന്ന് പറഞ്ഞിട്ട് ആ താഴെയുള്ള വലുതിൽ നിന്നും മുകളിലത്തെ കിടക്കുന്ന ചെറുത് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എക്സ് ആണ് വലുത് അല്ലേ? അപ്പൊ x - 6 10 ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 1 by 5 raised to 16 അല്ലേ? 16ൽ നിന്നും 6 മൈനസ് ചെയ്യുമ്പോഴല്ലേ 10 വരാ അല്ലേ? അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടിയില്ലേ? ഇനി നോക്കിയേ, ലാസ്റ്റ് വൺ സിംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ നേരത്തെ ഇങ്ങനത്തെ അതിന്റെ മുന്നത്തെ പേജിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? സിംപ്ലിഫൈ ചെയ്യാനായിട്ട്. യെസ്, പേജ് നമ്പർ 61 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ്. അതിൽ ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞുതരാം. 6 raised to 4 all raised to 2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 6 raised to 4 ഇവിടെ ഇൻറ്റു അല്ലേ വരാ? ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 8 വന്നു അല്ലേ? ഇൻറ്റു ഇവിടെ ഇൻറ്റു അല്ലേ വരാ? അപ്പോൾ 6 raised to 15 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ 6 raised to 4 ഇൻറ്റു ഇത് രണ്ടും ചെയ്യുമ്പോൾ 6 raised to 20. മനസ്സിലായില്ലേ? ഈസി അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇനി ഇത് നമ്മൾ പ്ലസ് ചെയ്യണം അല്ലേ? 6 raised to 8 plus 15 divided by 6 raised to 4 plus 20. അപ്പോൾ എന്ത് വരും? 6 raised to 23 അല്ലേ? divided by 6 raised to 24. ഇനി ഇതിനെ എന്ത് ചെയ്യും നമ്മൾ? 23ഉം 24ഉം. അപ്പോൾ താഴെ വലുത് വന്നു. താഴെ വലുത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? 1/6 raised to എന്നിട്ട് വലുതിൽ നിന്ന് നമ്മൾ ചെറുത് കുറയ്ക്കും അല്ലേ? 23 equals 1/24 23 പോയി കഴിഞ്ഞാൽ എത്രയാ? 6 raised to 1. 1 എഴുതിയാലും കുഴപ്പമില്ല. 1/6 ആൻസർ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്ന നമ്മുടെ ഈ ലെസൺ അവസാനിച്ചു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.